മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തള്ളി ലീഗ് നേതാവ് കെ.എം. ഷാജി. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് കെ.എം. ഷാജി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനാകില്ല. വഖഫ് ഭൂമി ആരാണ് വിട്ടുകൊടുത്തതെന്ന് കണ്ടെത്തണമെന്നും കെ.എം. ഷാജി പറഞ്ഞു. മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്ത് ലീഗ് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു കെ.എം. ഷാജി. വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഫാറൂഖ് എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. കെ.ടി. സ്വാലിഹ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ, മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് തള്ളിക്കൊണ്ടുള്ള ലീഗ് നേതാവ് കെ.എം. ഷാജിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. വിവരങ്ങൾ എങ്ങനെ? ആര്യ, മുസ്ലിം ലീഗിന് ഇത് സംബന്ധിച്ച് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ നിലപാടല്ല ഉള്ളത്. അത് ഇപ്പോൾ കെ.എം. ഷാജി പരസ്യമായി വ്യക്തമാക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് മുസ്ലിം ലീഗിനില്ല. അതേസമയം അവിടെ നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കുകയില്ല, അവിടെ താമസിക്കുന്ന ആരെയും കുടിയിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അതനുസരിച്ച് ഉള്ള ചർച്ചകൾക്കാണ് മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ആരാണ് ഈ വഖഫ് ഭൂമി ആളുകളുടെ പേരിൽ നൽകിയത് എന്നത് സംബന്ധിച്ച അന്വേഷണം വേണം. അവർക്ക് ഇത് സംബന്ധിച്ചുമായ രേഖകൾ തയ്യാറാക്കി നൽകിയത് ആരാണെന്നത് സംബന്ധിച്ച് അന്വേഷിക്കണം. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഏതെങ്കിലും പാർട്ടികളല്ല അത് ചെയ്യേണ്ടത് എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഇക്കാര്യങ്ങളാണ് കെ.എം. ഷാജി പെരുവള്ളൂരിൽ ലീഗ് പൊതുസമ്മേളനത്തിൽ സംസാരിച്ചത്. ആര്യ, ശരി. കെ.ടി. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.